അടുത്ത ജന്മമെങ്കിലും ഒരാണായിട്ട് ജനിച്ചാൽ മതിയാ. നേരം വെളുക്കുന്നവരെ കിടന്ന് ഉറങ്ങുകയും ചെയ്യാം, പണി എടുക്കുകയും വേണ്ട. ഗുഡ് മോർണിംഗ്. അതെ ചായ എനിക്ക് ഇന്നലത്തെ ദേഷ്യം ഇതുവരെ മാറിയില്ലേ? എടി ഇന്നലെ അവിടെ ഓഫീസിൽ ചെറിയ സാറ് ട്രാൻസ്ഫർ ആയി പോണതിന്റെ ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പിന്നെ എന്നും പാർട്ടിയും ട്രാൻസ്ഫറും ഒക്കെ ആണല്ലോ ഏട്ടാ. എടി അത് നമുക്ക് പോവാണ്ടിരിക്കാൻ പറ്റും. സാറായിട്ട് നല്ലൊരു അടുപ്പായിരുന്നില്ലേ, അതുകൊണ്ട് ഇന്നലെ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി പോയെന്നേ ഉള്ളൂ. നീ ചായ കുടിച്ചിരുന്നാ? ചക്കരക്കുട്ടി ചായ കുടിച്ചാ? വിട് 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 വിട്. ചായ കുടിച്ചാ? നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടായിട്ടാ? അങ്ങനെ പറയരുത്. ഇപ്പൊ ഇന്നലെ നേരം വൈകി വന്നു, അതിന്റെ പ്രശ്നം ക്ഷീണങ്ങളൊക്കെ നമുക്ക് ഇന്ന് തീർക്കാം. എൻ്റെ അടുത്ത് സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ എന്നെ എന്തെങ്കിലും ഒന്ന് സഹായിക്കൂലായിരുന്നു. എന്ത് സഹായിക്കും? എന്തോരം പാത്രം ഉണ്ടെന്നറിയാമോ കഴുവാൻ. ഇതാണ് കുഴപ്പം. ഒന്ന് സ്നേഹിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തുടങ്ങും പാത്രം കഴുകലും തുണി അലക്കലും ഒക്കെ ആയിട്ട്. ഒന്നുമില്ല. കോളിംഗ് ബെല്ല് അടിച്ചാരോ, പോയി നോക്ക്. ഞാൻ ചായ കുടിക്കുന്നു, നീ പോയി നോക്ക്. എന്നാ ഞാൻ പോവാ. ചേട്ടാ ഈ പാത്രം മുഴുവൻ കഴുകി. പോക്കോട്ടെ. പോയി നോക്കാൻ പറയുകയും ചെയ്യും, പുറകെ തന്നെ വരികയും ചെയ്യും. ഇതാരിപ്പോ? നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമസ്കാരം ചേച്ചി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമ്മുടെ വീടിന്റെ അപ്പുറത്ത് താമസിക്കാൻ വന്നു ദീപേച്ചിയെ. അപ്പുറത്തെ വീട്ടിൽ വന്നത് ദീപേച്ചി. കേറി വാ. വാ 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 വാ. പക്ഷേ ദീപ അല്ലേ? പക്ഷെ ഞാൻ എവിടെയോ ഒരു കണ്ടിണ്ടാ? നല്ല നമ്മൾ പരിചയമുണ്ട് അല്ലേ? എനിക്കറിയില്ല ചേട്ടാ. അല്ല നമ്മൾ തമ്മില് എനിക്കറിയാം എവിടെയോ, പക്ഷെ അത് എവിടെയൊന്നും ഓർത്തിട്ട് എനിക്ക് പിടികിട്ടൊന്നുമില്ല. ഓ പിന്നെ സദാശിവൻ സാറിന്റെ വീട് ഞങ്ങളല്ലേ മേടിച്ചേക്കണേ. സദാശിവ സാറിന്റെ നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇല്ല അതെ. അതല്ല ഞാൻ പറയണതേ, നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നല്ല മുഖപരിചയം എനിക്ക് തോന്നുന്നു. എന്നെ മനസ്സിലായ? ചേട്ടന് തോന്നണതാവൂട്ടാ. എന്റെ ചേട്ടാ ഇതിങ്ങനെ കേട്ടാ, ഇടയ്ക്കിടയ്ക്ക് മറവി വരും, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും. 2 ദിവസം ഇത് തന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. പോയി അവിടെ നിന്ന്. പക്ഷെ ഈ ശബ്ദം പോലും ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. എന്താ അകത്തേക്കോ? അയ്യോ വേണ്ട, പിള്ളേര് സ്കൂളിൽ പോവാൻ നിൽക്കുക. ഞാൻ നിങ്ങളെ കണ്ടപ്പോ ഇങ്ങോട്ട് കയറിയതാ. ഞാൻ പിന്നെ വരാം. പിന്നെ വീട്ടിൽ ആദ്യമായിട്ട് വന്നിട്ട് കയറാണ്ട് പോകാൻ പറ്റില്ല. അകത്തേക്ക് വായോ. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാ? ഞാൻ റീൽസ് ചെയ്തിട്ടുണ്ട്. അയ്യേ അതൊന്നും ഞാൻ കാണാറില്ല. പക്ഷെ എവിടെയോ നല്ല മുഖപരിചയം ഉണ്ട്. ഒരാള് വീട്ടിലൊരു ഇങ്ങനെയാണ്. അകത്തേക്ക് വിളിക്കും. സമയല്ലേ, കുറച്ച് ഇരുന്നിട്ട് പോവായേ. അയ്യോ നല്ല വീട്. ചേട്ടാ ഓ ഇരിക്കേ. ഇരിക്കി. പക്ഷെ ഞാനിങ്ങനെ ഓർക്കായിരുന്നേ ദീപേനെ, ഞാൻ ഇതിനു മുമ്പ് എവിടെയോ വെച്ചിട്ട് നല്ലൊരു മുഖപരിചയം. ഇതിനു മുമ്പ് ചിലപ്പോഴേ 1 മാസം മുമ്പ് ഞാൻ അവിടെ വീട് അതാവും. അപ്പോഴേ വീട് നോക്കാൻ വന്നില്ല. അങ്ങനെ ഒരു വട്ടം കണ്ടിട്ടുള്ള ഒരു പരിചയമല്ല ഞാൻ പറയുന്നത്. മുഖപരിചയം ഉണ്ട്. ഈ ശബ്ദം പോലെ എനിക്ക് നല്ല പരിചയമുള്ള പോലെ തോന്നുന്നു. എനിക്ക് നല്ല പരിചയം. എനിക്ക് ഓർമ്മയില്ല. ഇല്ലല്ലേ? പിള്ളേരെന്തായി? പിള്ളേര് 2 പേരുണ്ട്. വീട് എവിടെയാന്ന് പറഞ്ഞേ? വീട് തൃശ്ശൂർ വടക്കാഞ്ചേരി. അറിയോ? അവിടെ അങ്ങനെ പരിചയക്കാരൊന്നും ഇല്ല. പക്ഷെ പിള്ളേര് പഠിക്കണ്ട. ഒരാൾ 5-ൽ, ഒരാൾ ചെറുതാ. ഹസ്ബൻഡിന്റെ വീട് എവിടെയാന്ന് പറഞ്ഞേ? കോട്ടയം ചിങ്ങവനത്ത്. അവിടെയും പരിചയക്കാരല്ല. ചിങ്ങവനത്തെ പരിചയക്കാരൊന്നുമില്ല. പക്ഷെ പെട്ടാന്നാണ്. കിട്ടും കിട്ടാണ്ടിരിക്കൊന്നുമില്ല. ട്വിൻസ് എങ്ങനെ ഉണ്ടോ? ഇരട്ട സഹോദരിമാര്? അല്ലെങ്കിൽ ഷേപ്പില് ചേച്ചിയോ അനിയത്തിയോ? ഈ ഷേപ്പില് ഞാൻ മാത്രമേ ഉള്ളൂ. ഒറ്റ മോളാ. ആണോ? ഒരാളല്ലല്ലോ. ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും പിന്നെ എവിടെ വെച്ചിട്ടായിരിക്കും? ജോലി ഉണ്ടാ? ജോലി സ്ഥലത്ത് വെച്ചുള്ള പരിചയമായിരിക്കും. ഓ ജോലി. എന്റെ ജോലി എന്റെ ജോലി ഇവിടെ കോർപ്പറേഷനില്. കോർപ്പറേഷനിലും നമുക്ക് പോകേണ്ട കാര്യമൊന്നും പോയേട്ടാ. കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ടാ. മുഖപരിചയമുണ്ട് കോർപ്പറേഷനിൽ. കൊല്ലരുത് അതിനെ.
അല്ല പരിചയം, അതായത് ഈ കോർപ്പറേഷൻ എന്ന് പറയുമ്പോ അതിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലായിട്ട് വരും? ഒന്ന് മിണ്ടാതിരിക്കോ? കോർപ്പറേഷനിൽ ഏതോ ഡിപ്പാർട്ട്മെന്റ് എന്റെ വായെന്ന് വലിയ കേൾക്കും. ബിവറേജ് കോർപ്പറേഷൻ. ബിവറേജാ? എന്താ കേട്ടിട്ടില്ലേ ബിവറേജ് കോർപ്പറേഷൻ? ആ അവിടെ ബിൽ കൗണ്ടറിൽ ബില്ലടിക്കലാണ് എന്റെ ജോലി. അങ്ങനെയാവും നമ്മൾ കണ്ടത്. ഇനി ഇനി ആ കുട്ടിയുടെ മുമ്പിലെങ്ങാനും വെച്ച് എവിടെയെങ്കിലും കണ്ടിട്ട് പറഞ്ഞ ഞാൻ വിളിച്ചു പറയൂട്ടാ. മുഖപരിചയം മനുഷ്യനിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യരുത്. ഓക്കെയല്ലേ സാറിന്റെ ബ്രാൻഡ്? എനിക്കറിയാം. പകൽ മാന്യൻ സന്ധ്യയാകുമ്പോ മാസ്കും വെച്ച് വരും. മണല്ലാത്തതുണ്ടാ? മണല്ലാത്തത് വരുന്നില്ല, ഞാൻ നിർത്തി. അയ്യോ അങ്ങനെ അത് പറയരുത്. സാറ് വരുന്നില്ലെങ്കിൽ കച്ചവടം മുടങ്ങില്ലേ? ഓ അല്ലെങ്കിൽ തന്നെ ബിവറേജ് മൊത്തം നഷ്ടത്തില്ല. ചിരിച്ചിരിക്ക്. ഇളിക്കാനല്ല, ചിരിച്ചിരിക്കാൻ വരുന്നുണ്ട്. ഇപ്പഴാ കിട്ടിയത്. കിട്ടിയാ? എല്ലാം ഒരു മാജിക് മൊമെന്റ്സിലാണല്ലോ ഓർമ്മ വരുന്നത് അല്ലേ? കോർപ്പറേഷനിലാണ് ദീപയ്ക്ക് ജോലി ഉള്ളത്. ബിൽ കൗണ്ടറില്. ആ ബില്ല് കൗണ്ടറിൽ ഇതൊക്കെ അതാണ്. അല്ല കോർപ്പറേഷന് ബില്ലടിക്കേണ്ടത് നിങ്ങൾ എന്തിനാ പോയേ? കോർപ്പറേഷനിൽ ബില്ല് അടിക്കാനല്ല ഞാൻ പോണത്, ബില്ല് അടയ്ക്കാൻ. ടാക്സ്, നികുതി, GST, സെയിൽസ് ടാക്സ്, ഇൻകം ടാക്സ്. അല്ല മോളെ ഇതെല്ലാം അടച്ചിട്ടും സർക്കാരിന് നഷ്ടത്തിലാവും. അങ്ങനത്തെ ഒരു ഇതിന് പോയ സമയത്താണ് ഒരു മുഖപരിചയം. അതെ അത് കിട്ടി. അയ്യോ നീ വേണേ പോയിട്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചോ? ഇറങ്ങട്ടെന്നാ. ആ നമുക്കിനി വിശേഷം വരെ സമയമുണ്ടല്ലോ. ഫ്രീ ആകുമ്പോ വീട്ടിലോട്ട് വാ. ആ ഇനിയിപ്പോ എന്താ വരാലോ. വരണേ. ശരി. ഓ ഇതെപ്പോ വന്ന്? അയ്യോ ഇതെന്റെ ചേട്ടനാട്ടാ. ആളിയനോ? ശരി അതെ പോട്ടെ ഞാൻ. ശരി ഇരിക്കട്ടാ, ഞാൻ കുടിക്കാൻ നിൽക്കാൻ. തണുത്തത് മതിയാ? ഓ അത് മതി. അല്ല ഈ ബെല്ലടിക്കുന്ന പെണ്ണും പിള്ള എന്തിവിടെ? ബെല്ലടിക്കണോ നമ്മളെ? ഇടി ബെല്ലടിക്കണ അല്ലടി, ബില്ലടിക്കണ ബിവറേജിൽ ബില്ലടിക്കുന്ന പെണ്ണും പിള്ള എന്തെന്ന് ഇവിടെ? ബിവറേജിൽ ബെല്ലടിക്കണോ നമ്മളെ? ഇപ്പൊ വന്നിട്ട് പോയില്ലേ? അവര് ബിവറേജിൽ ബില്ലടിക്കുന്ന പണിയാണ്. എന്താ നല്ല കുടിക്കാൻ ജ്യൂസ് എടുക്ക്. ജ്യൂസ് എന്തെങ്കിലും എടുക്ക്. നിങ്ങൾ പോയ എന്താ ചേട്ടൻ എന്താ പറഞ്ഞേ? ഹലോ ഗോഷ്ടി കാണിക്കാതെ ചോദിച്ചെന്നെ മറുപടി പറയും. നീ ജ്യൂസ് ദാഹിക്കണെന്ന്. എന്റെ ചേട്ടനല്ലേ എനിക്കറിയാം ജ്യൂസ് കൊടുക്കാൻ. അതാണ് ഞാൻ പറഞ്ഞത്, നീ പോയി നല്ലൊരു ജ്യൂസ് എടുക്കും. നേരത്തെ പെണ്ണുമ്പോൾ വന്നപ്പോ ചേട്ടൻ എന്തിട്ടാ പറഞ്ഞേ? എന്തോന്ന് അവരെന്താന്ന്? എടി ബിവറേജ് ഇല്ലേ, ബിവറേജിൽ ബില്ലടിക്കുന്നത്. ഓ അവിടെ നിന്ന് ആ ചേച്ചി ഇപ്പൊ പറഞ്ഞല്ലോ, ആ ചേച്ചി കോർപ്പറേഷനിലെ വർക്ക് ചെയ്യണേന്ന്. എന്തൊരു മണ്ടിയടി നീടി. കോർപ്പറേഷൻ, ബിവറേജ് കോർപ്പറേഷൻ. ബിവറേജ് കോർപ്പറേഷനാ? ആ കാര്യങ്ങൾ പറഞ്ഞു. മദ്യമൊക്കെ വിൽക്കുന്നില്ലേ കുടിക്കാൻ വേണ്ടി, അത് അവിടെ വിൽക്കുന്ന സക്കാലത്ത് ഇങ്ങനെ ബില്ലടിക്കാൻ നിൽക്കുന്നവരാണ് അവര്. അതെ ഞാൻ സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത് കറക്റ്റ് ആണല്ലോ, അവർക്ക് പണ്ടേ ഇഷ്ടമല്ല. ചേട്ടാ ദീപ ചേച്ചി വന്നപ്പോഴേ വന്ന സമയം മുതൽ ഇങ്ങനെ എന്തെല്ലാം പറഞ്ഞോണ്ടിരിക്കുമെന്നറിയാമോ? ഏത് ദീപാ? ബില്ലടിക്കണ ചേച്ചിയില്ലേ? ചേട്ടാ ദീപ ചേച്ചി വന്ന സമയം മുതൽ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കുള്ള പരിചയമുണ്ട്, അവളുടെ ശബ്ദം പരിചയമുണ്ട്, എവിടെയാ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഒരു 50 വട്ടം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നാണുണ്ടോ നിങ്ങൾക്ക്? നാണുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ കുടുംബത്തിനല്ലേ നാണക്കേട്? നിങ്ങളാ ബിവറേജ് ക്യൂ നിൽക്കുവോ? ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ലേ, നിങ്ങളെ കാണാൻ വേണ്ടി എത്ര പേര് വരുന്നത്. അവരിൽ ആരെങ്കിലും നിങ്ങൾ ക്യൂ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നാളെ ഞാൻ ഇങ്ങനെ പുറത്ത് വല്ല ചുമ്മാ എന്റെ പൊന്നു പെണ്ണിനെ, പ്രത്യേകിച്ച് ഇയാൾ പോകുന്ന ആ ബിവറേജ് ഉണ്ടല്ലോ, ഇവർ നിൽക്കുന്ന ബിവറേജ്, ആ വഴി എന്ന് പറഞ്ഞിട്ട് ഇടുങ്ങിയ വഴിയാണ്. 2 സൈഡിലും കാറ് തുപ്പി നാറി അങ്ങോട്ട് പോവാൻ പറ്റൂല. അവിടെയാണ് നിങ്ങൾ പോണത്. എനിക്ക് നാണക്കേടല്ലേ അത്? എനിക്കല്ലേ നാണക്കേട്? ആ പറയുമ്പോൾ അവക്കല്ലേ നാണക്കേട്? എന്റെ ഫോൺ എവിടെ? എന്റെ ഫോൺ എവിടെ? എന്റെ ഫോൺ എവിടെ? ഫോൺ ഞാൻ തരാം. ശരിയാക്കി തരാം. അടച്ച് അവള് വാഴ അടച്ചു. അളിന് സമാധാനമായില്ല. ഇപ്പൊ എല്ലാം എന്റെ തെറ്റ്. അടയ്ക്കും.
കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണാണെങ്കിൽ വാതിലടക്കി നിങ്ങളെ വെളിയിലും ആക്കും. നിങ്ങൾ അമ്മാര് കാര്യമില്ല കാണിച്ചത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ പെണ്ണ് ഇഷ്ടപ്പെടോ? എന്റെ പൊന്നളിയ വല്ലപ്പോഴും ഒരിക്കലാണ് ഞാൻ ഈ ഒരു ഇതിനു വേണ്ടി പോണതല്ല. വല്ലപ്പോഴും ആ വല്ലപ്പോഴും വിളിച്ച് ഈ കിരൺ കുമാറിനോട് കണ്ടണം തന്നിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഇവിടെ ഉണ്ടാവോ? നിങ്ങൾ കുടിക്കുന്ന കാര്യം പോലും ഞാൻ അറിഞ്ഞില്ലല്ലോ അളിയ. നിങ്ങൾ ഒറ്റയ്ക്ക് കൂച്ചു അല്ലേ? അതെ, ഇങ്ങോട്ട് ഈ എട്ടനെ പൊട്ടൻ ചേച്ചാലേ പൊട്ടനെ ദൈവം ചതിക്കുന്നു. ദൈവം ഉണ്ട്, മദ്യശാപമാണ് അളിയ, മദ്യശാപം. അത് ചില്ലറ ശാപമല്ല. അങ്ങനെയല്ല അളി, ഞാൻ വെല്ല പോയി ഈ വർത്താനം പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി കേട്ടാ. നിങ്ങളെ കാര്യം ആലോചിക്കുമ്പോൾ ഉരുളല്ല കിടന്ന് ഉരുളല്ല അളിയ. നിങ്ങളെ കാര്യം ആലോചിച്ചപ്പോഴേ നാക്ക് വരെ ഉളുപ്പ് വരണം. ഉളുപ്പ് നാക്കിനൊരു ഉളുപ്പ്. അത്ര മോശമാണ് നിങ്ങൾ കേട്ടാ. അല്ല കിരൺകുമാർ, ഇതൊന്നും ആദ്യം ആലോചിക്കണ്ടേ. കിരൺകുമാർ ഉണ്ട്, അഴികൊണ്ട് വിളിക്കുക, നമുക്ക് രണ്ടെണ്ണം അടിക്കാം. അത് വല്ലപ്പോഴും ഈ വല്ലപ്പോഴും ഞാനും പറഞ്ഞു. നിങ്ങൾ പറഞ്ഞാലേ വീണ്ടും പറഞ്ഞോണ്ടിരിക്കണേ. എന്തിനാണ്? ചേച്ചി ഒരു ഓട്ടോ വിളിച്ചെങ്ങാനും ഇങ്ങോട്ട് വാ. ശരി ട്ടാ. ശരി. നീ ഇതിപ്പോ ആരെയും വിളിച്ചത്? പെങ്ങളെ എന്തോന്ന് പെങ്ങളെ, ഇതിനൊക്കെ പോയി അളിയന്റെ വീട്ടുകാരെയൊക്കെ വിളിച്ച് പറയാമോ? അതുപോലെ ഇത് ചെറിയ കാര്യമില്ല. ഞാൻ കുറച്ച് ഉപദേശിച്ചിട്ടുണ്ട്. ഇനി പോലെ അങ്ങനെ ചെയ്യലേട്ടാ. അളിയന്റെ വീട്ടുകാരല്ല ഞാൻ വിളിച്ചത്, എന്റെ നാത്തൂനെയാ. നാത്തൂന് ഈ കിരൺകുമാറിന്റെ ഭാര്യയെ. നീ എന്തോന്ന് മണ്ടത്തോടെ കാണിച്ചത്? നീ എന്റെ ഭാര്യയൊക്കെ വിളിച്ച് പറഞ്ഞാൽ അവളെ ബന്ധുക്കളൊക്കെ വിളിച്ച് പറയില്ലേ? അപ്പൊ അതുപോലെ അളിയന്റെ വില പോകൂലേ? നീ എന്തോന്ന് ഇങ്ങനെ ചെയ്യാമോ? അതെ, ദീപേച്ചി വന്ന സമയം മുതൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു എനിക്ക് അവരെ നല്ല മുഖപരിചയം. എടി അത് ബിവറേജ് വെച്ച് കണ്ട പരിചയമല്ലേ? പറഞ്ഞില്ലേ ഞാൻ? അളിയാ പക്ഷെ എവിടെ വെച്ചാ കണ്ടേന്ന് മാത്രം ഓർമ്മയില്ല. ഓർമ്മ കാണൂല, ഓർമ്മശക്തി കുറവ്. കുറച്ച് ബ്രഹ്മയൊക്കെ വാങ്ങിച്ച് കഴിയടിയാ. ഇങ്ങോട്ട് നോക്കി ഞാൻ ഒരു കാര്യം പറയാം. കൊച്ചു പ്രായമാണ് കേട്ടാ, ഇങ്ങനെയൊന്നും ആവരുത്. പക്ഷെ വേറൊരു കാര്യം, ദീപേച്ചി ഒറ്റ നോട്ടത്തിൽ തന്നെ ചേട്ടന് മനസ്സിലായി. എടി മനസ്സിലാവും, എനിക്ക് നല്ല ബുദ്ധിയാണ്, ബുദ്ധിശക്തിയുണ്ട്. നിനക്ക് അറിഞ്ഞൂടെ പണ്ട് പോലെ ഞാൻ അങ്ങനെ അല്ലേ? എന്തുകൊണ്ടാ? നിങ്ങൾ ഡെയിലി ബിവറേജസിൽ പോണോണ്ട്. അതും ലതേച്ചി അറിയാണ്ട്. ഞാൻ ലതേച്ചി വിളിച്ചിട്ടുണ്ട് കേട്ടാ. ലതേച്ചി വരട്ടെ, ഇപ്പൊ ശരിയാക്കി തരൂ കേട്ടോ. അളിയനല്ല, അളിയൻ വരുന്നുണ്ട് കേട്ടാ. അതന്നെ എനിക്ക് മനസ്സിലായില്ലേ. പക്ഷെ ഒരൊറ്റ നോട്ടത്തില് നിന്റെ ആങ്ങളൊക്കെ അളിയാ ഡെയിലി അവിടെ കാറി തുപ്പി സ്ഥലം വരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ പോലും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഞാനേ ലത ചേച്ചി മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. അമ്മ അച്ഛനെ കൂടെ വിളിച്ച് പറഞ്ഞു. മൊത്തം കുടുംബക്കാരെ വിളി. നിന്റെ കുടുംബത്തിന്റെ അന്തസ്സും പാരമ്പര്യവും എല്ലാവരും അറിയട്ടെ. പെങ്ങളെ എന്തിനും ആവശ്യമില്ലാത്ത എന്ത് ഭാവിച്ചാണ് അളിയന്റെ ഭാര്യ കൂടി ഇങ്ങോട്ട് വന്ന ഇവിടെ ഇന്നൊരു ഭൂകമ്പം നടക്കും. അല്ല ഇനി അളിയൻ കിടന്നു ഉരുളല്ലേ? ഇനി ഉരുളല്ലേ? നേരത്തെ എന്തോ പറഞ്ഞല്ലോ എന്നോട്, എന്തോ പറഞ്ഞല്ലോ. ചട്ടനെ പൊട്ടൻ ചോദിച്ച പൊട്ടനെ ആര് ചതിക്കുന്നു? എനിക്ക് നല്ല ഓർമ്മയില്ല. അത് നേരത്തെ ഒരു സാധനം പറഞ്ഞില്ലേ, എന്താ ബ്രഹ്മി വാങ്ങി കഴിക്കാൻ പറഞ്ഞില്ലേ? അത് അളിയൻ കുറച്ച് ആദ്യം കഴിക്കുക. അല്ല ഇപ്പൊ പറഞ്ഞ സംഭവം എന്തായിരുന്നു? ചട്ടനെ പൊട്ടൻ ചോദിച്ചാൽ ആര് ചതിക്കുന്നു? അതാണ്